2024-25 ISL സീസണിനായുള്ള തയ്യാറെടുപ്പിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഇപ്പോൾ പരിക്കിന്റെ പിടിയിലുള്ള കളിക്കാരെ കുറിച്ചുള്ള അപ്ഡേറ്റ് മുഖ്യ പരിശീലകൻ മൈക്കിൾ സ്റ്റാറെ നടത്തിയിരിക്കുകയാണ്. സ്വീഡിഷ് പരിശീലകനായ മൈക്കിൾ സ്റ്റാറയുടെ ശിക്ഷണത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്ന ആദ്യ സീസണാണിത്. ISLന് മുന്നോടിയായി നടന്ന 2024 ഡ്യൂറൻ കപ്പിൽ ക്വാർട്ടർ ഫൈനൽ വരെ എത്താനേ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിരുന്നുള്ളൂ. ഡ്യൂറൻ കപ്പിലെ പ്രകടനം നോക്കി ISLൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ത് ചെയ്യും എന്ന് വിലയിരുത്താൻ സാധിക്കില്ലെന്ന് മൈക്കിൾ സ്റ്റാറെ വ്യക്തമാക്കിയിട്ടുണ്ട്. പരിക്കേറ്റ് വിശ്രമത്തിലുള്ള മലയാളി വിങ്ങർ രാഹുൽ KP എന്ന് തിരിച്ചുവരും എന്നതിനെക്കുറിച്ചും മൈക്കിൾ സ്റ്റാറെ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. രാഹുൽ KP പൂർണ്ണമായും ആരോഗ്യം വീണ്ടെടുത്തിട്ടുണ്ടെന്നും 7-ാം നമ്പർ ജേഴ്സിയിൽ രാഹുലിനെ നിങ്ങൾക്ക് വൈകാതെ കാണാൻ സാധിക്കുമെന്നുമാണ് അദ്ദേഹം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പരിക്കിനെ തുടർന്ന് രാഹുൽ KP 2024 ഡ്യൂറൻ കപ്പിൽ ബ്ലാസ്റ്റേഴ്സ് സംഘത്തിൽ കളിച്ചിരുന്നില്ല. മാത്രമല്ല, രാഹുലിനെ വിൽപ്പന നടത്താനുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ ശ്രമങ്ങൾ ഫലം കണ്ടുമില്ല. 2025 മെയ് 31 വരെയാണ് രാഹുൽ KPക്ക് ബ്ലാസ്റ്റേഴ്സുമായി കരാർ കാലാവധിയുള്ളത്. അതായത് 2024-25 സീസണിന്റെ അവസാനത്തോടെ നിലവിലെ കരാർ അടിസ്ഥാനത്തിൽ രാഹുൽ ക്ലബ്ബ് വിട്ടേക്കും. 2019 മുതൽ രാഹുൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗമാണ്. ബ്ലാസ്റ്റേഴ്സിനായി ഇതുവരെ ആകെ 78 മത്സരങ്ങളിൽ ഇറങ്ങിയിട്ടുണ്ട്. 8 ഗോൾ നേടുകയും 5 ഗോളിന് അസിസ്റ്റ് നടത്തുകയും ചെയ്തു. 2023-24 സീസണിൽ രാഹുൽ KPക്ക് 18 ISL മത്സരങ്ങളിൽ മാത്രമാണ് കളിക്കാൻ സാധിച്ചിട്ടുള്ളത്. 19 മത്സരങ്ങളിൽ നിന്നായി 950 മിനിറ്റ് മാത്രമായിരുന്നു താരം കളത്തിലുണ്ടായിരുന്നത്. കഴിഞ്ഞ സീസണിൽ ഗോൾ നേടാൻ സാധിച്ചുമില്ല. 1 ഗോളിന് അസിസ്റ്റ് നടത്തിയത് മാത്രമാണ് ഏക ഗോളിന്റെ പങ്കാളിത്തം. 2024-25 സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയിൽ രാഹുൽ നിർണായക സാന്നിധ്യമായേക്കും എന്ന സൂചനയാണ് മൈക്കിൾ സ്റ്റാറെ നൽകിയിരിക്കുന്നത്. റൈറ്റ് വിങ്ങറായ രാഹുൽ KP സീസണിലെ ആദ്യ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് സംഘത്തിൽ ഉണ്ടാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ സെപ്റ്റംബർ 15-ന് പഞ്ചാബ് എഫ്സിക്കെതിരെയാണ് ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം നടക്കുന്നത്. ഓണദിനത്തിലാണ് ഈ മത്സരം നടക്കുക. ആദ്യ കളി ജയിച്ചു തുടങ്ങാൻ മഞ്ഞപ്പടയ്ക്കാകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. ചിരവൈരികളായ ബംഗളൂരു എഫ്സിക്കെതിരായ ആദ്യ പോരാട്ടം ഒക്ടോബർ 25-ന് കൊച്ചിയിലും എവേ പോരാട്ടം ഡിസംബർ 7-നും നടക്കും. മഞ്ഞപ്പട ആരാധകർ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മത്സരങ്ങളാണിത്. കഴിഞ്ഞ 10 സീസണിലും ISL കിരീടത്തിൽ എത്താൻ സാധിക്കാത്ത ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ ചരിത്രം തിരുത്തണമെന്ന ആഗ്രഹത്തോടെയാണ് ഇറങ്ങുന്നത്. ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ സമ്മർ ട്രാൻസ്ഫറിൽ വൻ നീക്കം നടത്തുകയും ചെയ്തിരുന്നു. വിദേശ താരങ്ങളെ സ്വന്തമാക്കുകയും സ്വദേശി താരങ്ങളെ വിൽക്കുകയും ചെയ്യുക മാത്രമല്ല, സ്വന്തം ക്ലബിലെ മറ്റ് കളിക്കാരെ പുതിയ താവളങ്ങളിലേക്ക് അയക്കുകയും ചെയ്യുന്ന നയമാണ് പ്രീ സീസൺ ട്രാൻസ്ഫർ വിൻഡോയിൽ ബ്ലാസ്റ്റേഴ്സ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ സീസണിൽ മൊറോക്കൻ ഫോർവേഡ് നോഹ സദയിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും മികച്ച സൈനിങ്. 5 കളിക്കാരെ ലോൺ വ്യവസ്ഥയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റ് ടീമുകൾക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്.